ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ബീഫിൻ്റെ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേർപകുതി 2 ഉള്ളി നമുക്ക് നല്ലോണം പൊരിച്ചെടുക്കണം. അതായത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറാകുന്ന രീതിക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പകുതി നമുക്ക് മസാലയ്ക്ക് വാട്ടാൻ വേണ്ടി മാറ്റി വെക്കണേ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഈ കളറിൽ നമുക്ക് എന്താക്കുക, ഉള്ളികൾ ഫ്രൈ ആക്കി എടുക്കുക. അതായത് 2 ഉള്ളി 4 ഉള്ളിയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് മസാലയ്ക്ക്. അതിൽ നിന്ന് ഒരു 2 ഉള്ളി നമുക്ക് ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡ് ആകുന്ന രീതിക്ക് വറുത്ത് കോരണം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി എന്താക്കണം, വറുത്ത് കോരി വെക്കണം കേട്ടോ. അതേ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ട് അതേ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്ത് കോരി എടുക്കുക. ഇനി നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ അതായത് നമ്മൾ പൊരിച്ച് കോരിയിട്ടുള്ള അതേ എണ്ണയാണ് മസാലക്കും ചോറിനും ഒക്കെ എടുക്കുന്നത്. പൊരിച്ച് ഒരു എണ്ണയാണ് കേട്ടോ നമ്മൾ മസാലക്ക് ചോറിനൊക്കെ എടുക്കുന്നത്. അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേർപകുതി നമ്മൾ മസാലേൻ്റെ പൊരിച്ചതിൻ്റെ ബാക്കി നേർപകുതി ഉണ്ടല്ലോ, അത് നമ്മൾ എന്താക്കുക, ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മസാല ഉണ്ടാക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ വഴറ്റിയെടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാൽ നല്ലോണം വഴന്ന് കിട്ടും കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടും. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ ഉള്ളി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ലോണം തന്നെ വഴറ്റിയെടുക്കണേ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നമ്മൾ മാറ്റി വെക്കണം. കാരണം നമുക്കത് ചോറിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതായത് പച്ച ചുവയ്ക്കാൻ മാറുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. നമ്മളിതിലൊരു 4 വലിയ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ വഴഞ്ഞെടുക്കണം. അതായത് ഒട്ടും തക്കാളി കട്ടായിട്ട് എടുക്കരുത്. നല്ലോണം തന്നെ വാടിയിട്ട് കിട്ടണേ. അപ്പോൾ അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ വാടി വരട്ടോ. ബാക്കി നമുക്ക് ഉള്ളിൽ നിന്നും ഒക്കെ വാടേണ്ടി എന്നാലും അത്യാവശ്യം ഒന്ന് നല്ലോണം വാടി വരണം. എന്നാലേ മസാലയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില മുറിച്ചിടാതെ തന്നെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 കൈപ്പിടി നിറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ആക്കി ചേർത്ത് കൊടുക്കണേ. അത്യാവശ്യം 2 കൈപ്പിടി നിറയെ എടുക്കണം. എന്നാലേ ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 2 കൈപ്പിടി ആയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ 1/4 ഭാഗം നമുക്ക് ഇതിലേക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം നമുക്ക് എന്താക്കണം, നമ്മൾ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട്. അതിലേക്ക് വേണ്ടി മാറ്റി വെക്കണേ. ഒരു 1/4 ഭാഗം ഇത്ര വേണ്ട, കുറച്ച് 1/4 ഭാഗം നമ്മൾ എടുത്ത് വെക്കുക. ബാക്കി നമുക്ക് മുഴുവനായിട്ട് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. ഒരു 2.5-3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. സാധാരണ നമുക്ക് പാക്കറ്റ് തൈര് കിട്ടുന്ന തൈരാണ്. അത്യാവശ്യം പുളിപ്പുള്ള തൈരാണ്. അതുകൊണ്ട് ഓവറായിട്ട് ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. തൈരും ഉള്ളിയും അതായത് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ഉള്ളിയും നമ്മുടെ ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ലോണം ഉള്ളി ഫ്രൈ ആക്കിയ ഉള്ളി നല്ലോണം മിക്സായി വരുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ. അപ്പോൾ നമുക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഉപ്പും മഞ്ഞളും മല്ലിപ്പൊടിയും ചേർത്ത് മാത്രം വേവിച്ചെടുത്ത ബീഫാണ്. അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം. നമുക്ക് മസാലയിൽ നിന്ന് ഓവർ ടൈമൊന്നും വേവുന്നില്ല. കുറച്ച് സമയം മാത്രമേ ഈ വെള്ളം വറ്റി വരുന്ന വരെ മാത്രം നമ്മൾ വേവിക്കുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നമ്മൾ വിസിൽ ചെയ്ത് പ്രഷർ കുക്കറിലിട്ട് വിസിൽ ചെയ്തിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളം ഒഴിച്ച് കളയൊന്നും വേണ്ട. അതേ വെള്ളത്തിൽ തന്നെ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമ്മൾ ഈ വെള്ളം ഇതിൽ കിടന്ന് തന്നെ വറ്റി വരണം. എന്നാലും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ.
ഇത് നമ്മൾ അധികം ഓവറായിട്ട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് നമ്മളൊരു ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ബീഫ് മസാലപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഒരു 1.5 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം, ഒരു 2 ടേബിൾ സ്പൂണ് ബീഫ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ ആയിട്ട് കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ ബിരിയാണി മസാലപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് മാത്രമാണ് ചേർത്ത്, അതായത് ബീഫ് മസാലപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് മാത്രം മതി, കാരണം നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് നമ്മൾ മല്ലിപ്പൊടിയായും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് വേറെ എക്സ്ട്രാ പൊടികളുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്ന രീതിക്ക് നമുക്ക് അവിടെ ചെറു തീയിലാക്കി വെച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട്, അത് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്താക്കാം, റൈസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചു കയറിയിട്ടുള്ള എണ്ണ എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, അതായത് നമ്മൾ കറാപ്പട്ട, ഗ്രാമ്പൂ, പട്ട, ഏല അതൊക്കെ അല്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു പേ ലീഫ് ഉണ്ട്, അതും ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അതാ ഇന്ന് നന്നായിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക, ഒന്ന് പൊട്ടിച്ചെടുക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ചോറിന് കിട്ടുക നമ്മൾ കറിവേപ്പില പൊട്ടിച്ചാൽ നല്ലൊരു ചുവയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ 1 കപ്പ് 1.5 കപ്പ് എന്ന രീതിക്ക് അരിക്ക് കണക്കിൽ നമുക്ക് 1.5 കപ്പ് കണക്കിൽ വെള്ളം ചേർത്ത് നമ്മൾ എത്രയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ വെള്ളം എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അത്യാവശ്യം ഒന്നും കൂടെ മുന്തി നിൽക്കണം, അതായത് നമ്മൾ ചോറ് വേവുന്ന സമയത്ത് പിന്നെ ഉപ്പുണ്ടാകില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. എന്നിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളമെല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ജീരകശാലയുടെ അരിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് അതിന് വെച്ചാൽ നമ്മൾ വെള്ളം കറക്റ്റാണ്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കറക്റ്റ് വെള്ളം മതിയാവും. അധികം എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ട് അരി നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ ഇതുമാതിരി ചോറ് മറച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ റൈസ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ട് നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മസാല അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ദം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് വാഴയില നടുവൊന്ന് കുത്തി കൊടുക്കുക. നമുക്ക് മസാലയുടെ കളറ് നമുക്ക് മേലോട്ട് കയറേണ്ടിയിട്ടാണ്, റൈസിലേക്ക് പിടിക്കേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി കവർ അതായത് നമ്മൾ വാഴയുടെ ഇല കീറി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നല്ലൊരു കളറ് കിട്ടും കേട്ടോ ചോറിന്. അപ്പം എന്നിട്ട് നമ്മൾ ദം ചെയ്യുക. സാധാരണ നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെ ദം ചെയ്തെടുക്കുക. അതായത് ചോറിടുക. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഉള്ളികളുടെ അതുപോലെ തന്നെ മല്ലിയില അതൊക്കെ ചേർത്തിട്ടുള്ളത് വെച്ചെടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ 2 ലെയറിൽ നമുക്ക് ചോറ് സെറ്റാക്കി എടുക്കാം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് സാധാരണ ദം ചെയ്യുന്നത് അതേപോലെ തന്നെ ദം ചെയ്താൽ മതിയാവും കേട്ടോ. എക്സ്ട്രാ വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ചേർക്കുന്നൊന്നുമില്ല. നമ്മൾ സാധാ ചോറ് എങ്ങനെയാണ് ദം ചെയ്യുന്നത് അതുപോലെ തന്നെ ദം ചെയ്തെടുക്കാം. എന്നിട്ട് അത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങയിൽ പിഴിഞ്ഞത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വറുത്ത് കോരി വെച്ചിട്ടുള്ള ഓയിലിന് കുറച്ച് ദമ്മിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ 2ാമത്തെ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2 3 ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ലെയറിലാണ് ദം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നമുക്ക് ദം ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്ലോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ദമ്മൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ദമ്മായിക്കോ ഇല്ലെന്നൊക്കെ നമുക്ക് തിരിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. എങ്ങനെയുണ്ട് നമ്മളെ ബീഫ് ടേസ്റ്റ് ഉണ്ടോ ഒക്കെ നോക്കണം. അപ്പോൾ ഇതുപോലാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. എളുപ്പ പണിയാണ്, അധികം പണിയായിട്ടൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കി വെക്കുക, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും മറന്നു പോകാണ്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനിയും പുതിയ